ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ എന്ന് പറയുമ്പോൾ സംതിങ് സ്പെഷ്യൽ ഈസ് കമ്മിങ് എന്നൊക്കെ പറയുന്ന പോലെ ആ ഒരു സ്പെഷ്യൽ കാര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പിന്നെ കുറച്ച് ചെറിയ ചെറിയ ഷോപ്പിങ്ങുകളും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ഫുൾ ഡേ. ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെ പ്രിസ്റ്റണിലേക്കാണ് പോകുന്നത്. പ്രിസ്റ്റണിലായിരിക്കും ഇന്ന് ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ആദ്യമേ നമുക്കൊരു ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പാർലർ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർലറിലേക്കാണ് ഞങ്ങൾ ആദ്യമേ തന്നെ പോകുന്നത്. രാവിലെ 10:30 അപ്പോയിൻമെൻറ്റ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 10 മണിയൊക്കെ ആയി. പിന്നെ ഒരു അരമണിക്കൂറിനുള്ളിൽ പ്രസ്റ്റണിൽ എത്താം എന്നുള്ളൊരു ധാരണയിൽ നമ്മൾ പറപ്പിച്ച് വിടുവാണ്. ഇവിടെ ഒരു മുടി വെട്ടണമെങ്കിൽ പോലും നമുക്ക് അപ്പോയിൻമെൻറ്റും കാര്യങ്ങളെല്ലാം എടുക്കണം. ആ അപ്പോയിൻമെൻറ്റിനനുസരിച്ചാണ് അവർ ബാക്കി കാര്യങ്ങളെല്ലാം സ്റ്റാഫിനെ അടക്കം അവിടെ സെറ്റ് ചെയ്യുന്നത്. UK വന്നിട്ട് 4 വർഷം ആകാറായിട്ടുണ്ടെങ്കിലും ഞാനിതുവരെ ഒരു പാർലറിൽ പോയിട്ട് മുടി വെട്ടുവോ ഹെയർ കളർ ചെയ്യുവോ ഒന്നും ചെയ്തിട്ടില്ല. നാട്ടിൽ പോകുന്ന സമയത്ത് അവിടുന്ന് മുടി വെട്ടി അവിടുന്ന് കളറിങ്ങും ചെയ്തിട്ട് പോരും. ബാക്കി സ്വന്തമായിട്ടാണ് കളറിങ് എല്ലാം ചെയ്യാറ്. കാരണം നമുക്ക് ഒന്നാമത് നല്ല റേറ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാകുകയില്ല. അവസാനം അവർ പറയുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രസ്റ്റണിൽ ഒരു മലയാളീസിൻ്റെ ഒരു യൂണിസെക്സ് സലൂൺ ഉണ്ടെന്ന് കേട്ടത്. എങ്കിൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറയാലോ, എനിക്ക് ഹെയർ കളറിങ്ങും കട്ടിങ്ങും എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഒരു ഫീലായിരുന്നു. എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, അരുണും ആദ്യമൊക്കെ മുടി വെട്ടുകയും കളർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സലൂണിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഏകദേശം 12:30-1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ട് വിശക്കാനും തുടങ്ങി. എങ്കിൽ പിന്നെ എന്തെങ്കിലും പോയി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് നേരെ കൊച്ചിബേയിലേക്ക് പോയി. ഭാഗ്യത്തിന് അവിടെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉച്ച സമയമായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു വർക്കിംഗ് ഡേ ആയതുകൊണ്ടായിരിക്കും തിരക്കുണ്ടാവാതിരുന്നത്. പിന്നെ വൈകുന്നേരങ്ങളിലാണല്ലോ മെയിനായിട്ട് തിരക്കൊക്കെ വരുന്നത്. പിന്നെ അവരുടെ സെറ്റപ്പൊക്കെ ചെറുതായിട്ട് മാറ്റിയ പോലെയൊക്കെ തോന്നിയായിരുന്നു. കുറച്ചുകൂടി ടേബിളുകളൊക്കെ കൂടുതൽ ഇട്ട പോലെയൊക്കെ തോന്നിയായിരുന്നു ഇതിന് മുമ്പത്തെക്കാട്ടിലും. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു മലയാളി കേരള ആംബിയൻസിൽ നല്ല ട്രഡീഷണൽ സ്റ്റൈലിൽ നല്ല മലയാളം പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ നല്ലൊരു ഫീൽ തന്നെയായിരുന്നു. കുറേ സമയം നമ്മൾ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. മാത്രമല്ല, നമ്മളങ്ങനെ പുറത്തു പോയിട്ട് എപ്പോഴും ഫുഡ് കഴിക്കുന്ന ആൾക്കാരൊന്നുമല്ല. വല്ലപ്പോഴും മാത്രം കഴിച്ചാലായി. പിന്നെ പ്രത്യേകിച്ച് കേരള റെസ്റ്റോറൻറ്റിലൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്നത് വളരെ ചുരുക്കമാണ്. മാസങ്ങൾ കൂടുമ്പോൾ 2-3 മാസമൊക്കെ കൂടുമ്പം ഒരിക്കൽ മാത്രമാണ് പ്രസ്റ്റണിലെല്ലാം വന്ന് കഴിക്കുന്നത്. അതിൻ്റെ ഒരു റീസൺ നമ്മൾക്ക് തൊട്ടടുത്തില്ല എന്നുള്ളൊരു കാരണം കൂടിയാണ്. എന്നാലും പിന്നെ വല്ലപ്പോഴും മാത്രം വന്ന് കഴിക്കുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക സുഖമല്ലേ. അങ്ങനെ ഞങ്ങളൊരു 10-15 മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു. ആദ്യം പൊറോട്ടയും ബീഫ് റോസ്റ്റും ആയിരുന്നു പറഞ്ഞായിരുന്നേ. ഞങ്ങൾ 2 പേരും ബിരിയാണി പറഞ്ഞു. പിന്നെ ഒരാക്രമണമായിരുന്നു. നിമിഷ നേരം കൊണ്ട് പാത്രമെല്ലാം കാലിയാക്കി. ഇവിടുത്തെ ഫുഡിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റാണ്. ഇതിനു മുമ്പ് കഴിച്ചത് ചട്ടിച്ചോറായിരുന്നു ഇവിടെ വന്നിട്ട്. പക്ഷെ അന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അന്ന് ഭയങ്കര വിഷമത്തോടെ തിരിച്ചു പോയത്. പകുതി ഓളെ കഴിച്ചുള്ളൂ. അന്ന് കഴിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടായിരുന്നു. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നിമിഷ നേരം കൊണ്ട് നമ്മൾ പാത്രമെല്ലാം കാലിയാക്കി. പിന്നെയും കുറച്ച് സമയം അവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് മാസ് ഹൈപ്പർ മാർക്കറ്റിലേക്കാണ്. മാസും കൊച്ചിബേയും തമ്മിൽ അധികം ദൂരമില്ല. അപ്പോൾ പിന്നെ ഈ ഒരു ഷോപ്പിങ്ങും കൂടെ കഴിഞ്ഞിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോയേക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് റീസ്റ്റോക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടായിരുന്നു. പിന്നെ അരിയൊക്കെ തീർന്നായിരുന്നു. അരി, റവ, അത്തരം സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിന്ന് തന്നെ മേടിക്കാറ്. എപ്പോഴും കേരള സാധനങ്ങളെല്ലാം ഈ കടയിൽ നിന്ന് തന്നെ എപ്പോഴും മേടിക്കാറ്. പിന്നെ നെയ്യും എണ്ണ അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടെ വന്നിട്ടാണ് മേടിക്കാറ്. ഒരുപാട് തവണ ഇവിടെ ഷോപ്പിങ്ങിന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നമ്മുടെ കേരള സാധനങ്ങൾ മാത്രമാണ് മേടിക്കാറ്. നോൺ വെജ് ഒന്നും ഇവിടുന്ന് മേടിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണ കുറച്ച് ബീഫിൻ്റെയും കുറച്ച് ചിക്കൻ്റെയും ഒക്കെ ലിവറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഷോപ്പിംഗ് എല്ലാം തീർത്ത് നമ്മൾ പെട്ടെന്ന് ബില്ലിംഗ് എല്ലാം ചെയ്ത് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി.
പിന്നെ അങ്ങോട്ട് ഫുള്ള് തേരാ പാരാന്ന് പറഞ്ഞ പോലെയായിരുന്നു. പ്രിസ്റ്റണിലത്തെ സകല കടകളും കയറി ഇറങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യമേ പോയത് ഫിഷർ ഗേറ്റ് ഷോപ്പിംഗ് സെൻറ്ററിലേക്കാണ്. അവിടെ വലിയൊരു വിശാലമായ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വണ്ടി ഇട്ടിട്ട് ചെറിയൊരു പാർക്കിംഗ് ഫീസും കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറേ സമയം അവിടെ വണ്ടി കിടന്നുണ്ട്. പിന്നെ വേറെ പാർക്കിങ്ങിനെ പറ്റി വറി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇവിടെയൊക്കെ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും കടകളെല്ലാം അടയ്ക്കും. നമ്മുടെ നാട്ടിൽ നേരെ ഓപ്പോസിറ്റ് അല്ലേ, ഈവനിങ് അല്ലെ ലേറ്റ് ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്കല്ലേ മാർക്കറ്റൊക്കെ ഒന്ന് ആക്റ്റീവ് ആവുന്നത്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്. 5 മണിയാകുമ്പോഴത്തേക്കും ഇവരെല്ലാം കടയടച്ച് വീട്ടിൽ പോകും. ഇവർക്ക് പേഴ്സണൽ ടൈം, ഫാമിലി ടൈം എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് തൊഴിലാളിയുടെ ആണെങ്കിലും മുതലാളിയുടെ ആണെങ്കിലും സെയിം ആണ്. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനുള്ളവരുണ്ടെങ്കിൽ 5 മണിക്ക് മുൻപേ സാധനങ്ങൾ വാങ്ങിച്ച് വീട്ടിൽ പൊക്കോളുക. ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രം 6 മണി വരെ ഓപ്പൺ ആയിരിക്കും. എന്താണെങ്കിലും നമ്മൾ ആദ്യമേ പോയത് സ്പോർട്സ് ഡയറക്റ്റിലേക്കായിരുന്നു. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അവിടെ കിട്ടിയില്ല. ആദ്യം എനിക്കും ഒക്കെ ഷൂസ് വേണമായിരുന്നു, ഒന്നും കിട്ടിയില്ല. പിന്നെ അവിടുന്ന് നേരെ പോയത് എമാൻഡസിലേക്കാണ്. അവിടെ വലിയൊരു സ്റ്റോറായിരുന്നു എമാൻഡസിൻ്റെ. മെയിൻലി എനിക്ക് കുറച്ച് കുഞ്ഞുടുപ്പുകളൊക്കെ ആയിരുന്നു വേണ്ടത്. അപ്പം നേരെ കുട്ടികളുടെ സൈഡിലേക്ക് പോയി ന്യൂ ബോൺസിൻ്റെയും പിന്നെ ചെറിയ ബേബീസിൻ്റെ ഒക്കെ സ്ഥലത്തേക്കാണ് പോയത്. എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞുടുപ്പുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാൻ തോന്നില്ല. എല്ലാ ഉടുപ്പും എനിക്ക് എടുത്ത് നോക്കണം, എല്ലാം പിടിച്ചു നോക്കണം, എല്ലാത്തിൻ്റെയും ഭംഗി ആസ്വദിക്കണം, ഒരെണ്ണം പോലും താഴെ വയ്ക്കാൻ തോന്നില്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താണെങ്കിലും എല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് 1-2 ഒക്കെ എടുത്ത് തൽക്കാലം സമാശ്വസിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പോരേണ്ടി വന്നു. ഇത്രയും നാളും കുഞ്ഞുടുപ്പുകളൊന്നും കൊടുക്കാൻ തൊട്ടടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ആളുണ്ടായപ്പോൾ അവർക്ക് വളരെ ദൂരെയാണ്. അപ്പോൾ നമുക്ക് മേടിക്കാൻ പറ്റുന്നതിലും ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണെങ്കിലും കുറേ നേരം അതിലൂടെയൊക്കെ കറങ്ങി നടന്നിട്ട് കുറച്ച് ഉടുപ്പുകളൊക്കെ മേടിച്ച് നേരെ ബില്ലിങ്ങിലേക്ക് പോയി ബില്ലും ചെയ്ത് അവിടുന്ന് പുറത്തിറങ്ങി. എമാൻഡസ് മാത്രമല്ല, ഫിഷർ ഗേറ്റിലും സെൻറ്റ് ജോർജസ് മാളിലുമുള്ള ഏകദേശം എല്ലാ കടകളും തന്നെ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഒന്നും കിട്ടിയില്ല. ഒരു 2-3 മണിക്കൂർ നേരത്തോളം അവിടെ മുഴുവനും അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞു നടന്നു. എനിക്ക് കുറച്ച് ഗിഫ്റ്റ് പോലത്തെ സാധനങ്ങളൊക്കെ, ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. എല്ലാം ഒന്നും കിട്ടിയൊന്നുമില്ല. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു. എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു കടയിൽ നിന്ന് അടുത്ത കടയിലോട്ട് പലായനമായിരുന്നു. പിന്നെ കുറേ നാൾ കൂടിയിട്ട് കറങ്ങി നടക്കാനൊരു അവസരം കിട്ടിയതല്ലേ. ഞങ്ങൾ 3 പേരും ഉണ്ട് താനും. പിന്നെ ഒട്ടും പാഴാക്കിയില്ല, മാക്സിമം മുതലാക്കി ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും ഒക്കെ കയറി ഇറങ്ങി നടന്നു. അപ്പോൾ സംതിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു യാത്രയെ പറ്റിയാണ്. അത് ഞങ്ങൾ 3 പേരും കൂടി ഉള്ളതല്ല, ഞാൻ തന്നെ ഒരു സോളോ ട്രിപ്പ് നടത്തുവാണ്. അതൊരു നീണ്ട യാത്രയായിരിക്കും. എന്താണ് എങ്ങോട്ടാണെന്നുള്ളതൊക്കെ വഴിയേ പറയാം. എന്താണെങ്കിലും കുറേ നാളിന് ശേഷമുള്ള കാത്തിരിപ്പിന് ശേഷമുള്ള ഒരു ട്രിപ്പാണ്. പക്ഷേ ഇത് അപ്രതീക്ഷിതമായിട്ടാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇത്ര പെട്ടെന്ന് നടക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം എല്ലാ സ്ഥലവും ഞങ്ങൾ അരിച്ചു പെറുക്കി നടന്നു കഴിഞ്ഞിട്ട് അവസാനം എത്തിപ്പെട്ടത് മത്താലനിലാണ്. അവിടെ എത്തിയപ്പോഴത്തേക്കും എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. ആദ്യം മരുണിനൊക്കെ കാലുവേനൊക്കെ എടുത്തു തുടങ്ങി. പിന്നെ കറക്കമൊക്കെ ഞാൻ ഒറ്റയ്ക്കായി. എനിക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ കിട്ടിയതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം 6-6:30 പിന്നെ അവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു സംഭവബഹുലമായ ഒരു ദിവസത്തിൻ്റെ അവസാനമായി. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ആദ്യം സൈഡായി. ഞങ്ങളെല്ലാവരും നന്നായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.